നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ഒട്ടനവധി ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്ന സൃഷ്ടി എന്ന സംഘടനയെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ആദ്യം. ഒരു കൂട്ടം വനിതകളുടെ നേതൃത്വത്തിൽ ഒരു സമൂഹത്തിൽ ഒന്നാകെ മാറ്റം വരുത്തിയ സ്ഥാപനമാണ് മൂന്നാറിലെ കണ്ണൻദേവൻ മലനിരകളിലെ സൃഷ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ്. ശാരീരിക വൈകല്യങ്ങളോടെ ജനിച്ച് വീടിനുള്ളിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ കണ്ടെത്തി സ്കൂളിലെത്തിച്ച് വിദ്യാഭ്യാസം നൽകുന്നത് മുതൽ അവരെ സ്വന്തമായൊരു തൊഴിൽ പഠിപ്പിച്ച് സ്വയം പര്യാപ്തരാക്കുന്നതുവരെയുള്ള പ്രവർത്തനങ്ങളാണ് സൃഷ്ടി ട്രസ്റ്റിന് കീഴിൽ നടക്കുന്നത്. ഇതിനായി ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും വസ്ത്രങ്ങളുടെയും ഉൽപാദനം മുതൽ പേപ്പറും ക്യാരി ബാഗ് നിർമ്മാണവും വരെയുള്ള 6ഓളം വിഭാഗങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ട്രസ്റ്റിന്റെ മാനേജർ സന്ധ്യ വേണുഗോപാൽ. സൃഷ്ടി ട്രസ്റ്റ് എന്ന് പറയുന്നത് മൂന്നാറിലുള്ള ടീ പ്ലക്കേഴ്സിന്റെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള മക്കളെ പഠിപ്പിക്കാനും അവർക്ക് റീഹാബിലിറ്റേഷനും കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. 1980s സ്റ്റാർട്ടഡ് ടീ മാനേജ്മെന്റിൽ ഉണ്ടായിരുന്നവരാണ് ശ്രദ്ധിച്ചത്. ഈ ടീ പ്ലക്കേഴ്സിന്റെ കമ്മ്യൂണിറ്റിന്റെ ഇടയിൽ കുറെ പിള്ളേര് ഡിഫറെന്റ്ലി ഏബിൾഡ് ആണെന്നുള്ളത്. സ്റ്റാർട്ടഡ് ടീ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തത്. കാൽക്കട്ടയിലുള്ള ഒരു ഫീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിന്റെ സഹായം തേടിപ്പോയി. അവർ ഞങ്ങളെ 2 കൊല്ലത്തിന് സഹായിച്ചിട്ട് 1991 ഞങ്ങളുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത്. സ്കൂളിന്റെ പേര് ഡേ സ്കൂൾ എന്നാണ്. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഈ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രീ വൊക്കേഷണൽ സ്കിൽ കൊടുത്ത് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 18 വയസ്സായി കഴിഞ്ഞപ്പോൾ അടുത്ത 6 റീഹാബിലിറ്റേഷൻ യൂണിറ്റ്സ് ഉണ്ട്. ഈ 6 യൂണിറ്റ്സിൽ ഇപ്പം ഞങ്ങൾക്ക് 130ഓളം ആൾക്കാര് ജോലി എടുക്കുന്നുണ്ട്. സ്കൂളിൽ ഇപ്പം 57 കുട്ടികളുണ്ട്, വളർന്നു വരുന്നു. ടാറ്റ കമ്പനി ഇസ് ഡൂയിങ് സോ മച്ച് ഫോർ ദം. അവർക്ക് ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ മെഡിക്കൽ എയ്ഡ്, ടീ പ്ലക്കേഴ്സിനെക്കാട്ടും ഡെയിലി വേജസ് ഉണ്ട്. ഇതിന്റെ ഹാർട്ട് ആൻഡ് സോൾ ഇന്ന് എങ്ങനെയാണോ ഉള്ളത് അതുവരെ എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് മിസസ് രത്ന കൃഷ്ണകുമാറാണ്. ഷീ ഈസ് ദ മാനേജിംഗ് ട്രസ്റ്റി ഓഫ് സൃഷ്ടി ട്രസ്റ്റ്. ടാറ്റ ട്രസ്റ്റിന്റെയും ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സിന്റെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന സൃഷ്ടിയുടെ സുപ്രധാന ഘടകമായ സ്കൂളിൽ നഴ്സറി തലം മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് നൽകുന്നത്. വിദ്യാഭ്യാസത്തിന് ശേഷം വിവിധ തൊഴിൽ സംരംഭങ്ങളിലേക്ക് ഇവരെ എത്തിക്കുന്നു. ഇവിടുത്തെ സ്ട്രോബെറി യൂണിറ്റായ നിസർഗയിൽ പഴങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് അവയ്ക്ക് മികച്ച വിപണി കണ്ടെത്തി നിരവധി ആളുകൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാക്കുന്നുണ്ട്. രാസപദാർത്ഥങ്ങളൊന്നും ചേർക്കാതെ കേക്കും ബിസ്ക്കറ്റും ഉൾപ്പെടെയുള്ള മികച്ച പലഹാരങ്ങൾ മൂന്നാറിൽ മാത്രമല്ല മറ്റിടങ്ങളിലേക്ക് പോലും എത്തിക്കുന്ന സംരംഭമായ ഡൽഹി ബേക്കറി, പേപ്പർ മുതൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്യാരി ബാഗുകൾ വരെ നിർമ്മിക്കുന്ന സംരംഭമായ അതുല്യ പേപ്പർ സ്റ്റുഡിയോ, വസ്ത്രനിർമ്മാണ യൂണിറ്റ് തുടങ്ങിയവയും ഇതേ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നാരീശക്തി പുരസ്കാരം നേടിയ ആരണ്യ നാച്ചുറലിൽ കൃത്രിമമായ ഒന്നുമില്ലാതെ പ്രകൃതിദത്തമായ നിറങ്ങൾ മാത്രം ഉപയോഗിച്ച് ഡൈ ചെയ്ത ഉയർന്ന ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നു. തങ്ങളുടെ ശാരീരിക മാനസിക പരിമിതികൾ കാരണം വീടുകളിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന നിരവധി മനുഷ്യജീവനുകളെയാണ് സൃഷ്ടിയിലൂടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചത്. ഇത്തരം കൂടുതൽ സംരംഭങ്ങൾ ഉണ്ടാകേണ്ടത് പലതരം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങാൻ സഹായപ്രദമാകും. വിഴിഞ്ഞം തുറമുഖത്തിന് മറ്റൊരു അഭിമാന നിമിഷം കൂടി. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീന കഴിഞ്ഞ തിങ്കളാഴ്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. MSC ഐറീനയുടെ ക്യാപ്റ്റൻ മലയാളിയാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. തൃശൂർ പുറനാട്ടുകര സ്വദേശി വില്ലി ആന്റണിയാണ് കപ്പലിന്റെ കപ്പിത്താൻ. 29 വർഷത്തെ മറൈൻ പരിചയമുള്ള ഇദ്ദേഹം ഇതുവരെ 120 രാജ്യങ്ങൾ സന്ദർശിച്ചു. MSC ഐറീന എത്തുന്ന രാജ്യത്തെ ആദ്യ തുറമുഖമാണ് വിഴിഞ്ഞം. ഫിഫ അംഗീകാരമുള്ള 4 ഫുട്ബോൾ ഗ്രൗണ്ടുകളേക്കാൾ വലിപ്പമുണ്ട് ഈ കപ്പലിന്.
399.9 മീറ്റർ നീളവും 61.3 മീറ്റർ വീതിയുമുണ്ട്. 2023 ഐറീന പ്രവർത്തനം ആരംഭിച്ചത്. MSC ഐറീനയുടെ വരവ് വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. എത്ര വലിയ കപ്പലുകളെയും കണ്ടെയ്നറുകളെയും കൈകാര്യം ചെയ്യാൻ വിഴിഞ്ഞത്തിനാകും എന്നതിന്റെ തെളിവ് കൂടിയാണിത്. അങ്ങ് കശ്മീരിൽ വളർന്നു വന്നിരുന്ന കുങ്കുമപ്പൂവ് ഇപ്പോൾ ഇങ്ങ് കേരളത്തിലും വളരാൻ ആരംഭിച്ചിരിക്കുന്നു. വിലപിടിപ്പുള്ള ഈ കുങ്കുമപ്പൂക്കൾ വയനാട്ടിൽ കൃഷി ചെയ്ത് വിജയിപ്പിച്ചിരിക്കുകയാണ് ബത്തേരി മലവയൽ സ്വദേശി S. ശേഷാദ്രി. കശ്മീരിലെ തണുപ്പ് വയനാട്ടിൽ സജ്ജീകരിച്ചതിനു ശേഷം കുങ്കുമപ്പൂ കൃഷിയും തുടങ്ങി. സിവിൽ എഞ്ചിനീയറായിരുന്ന ശേഷാദ്രി ജോലി രാജിവെച്ചാണ് സ്വന്തമായൊരു സംരംഭം തുടങ്ങാൻ ഇറങ്ങിയത്. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ ശേഷാദ്രിയുടെ കുങ്കുമപ്പൂ കൃഷിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരാമർശിച്ചിരുന്നു. കശ്മീരിലെ പാമ്പൂരിലാണ് ഇന്ത്യയിൽ പ്രധാനമായും കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത്. അവിടുത്തെ കാലാവസ്ഥയെ കൃത്യമായി പഠിച്ച് അതേ തണുപ്പും ഊഷ്മാവും ഈർപ്പവുമെല്ലാം ടെറസിൽ നിർമ്മിച്ച ഹാളിൽ സജ്ജീകരിച്ച് എയറോപോണിക്സ് രീതിയിലൂടെയാണ് കൃഷി ഇറക്കിയത്. തന്റെ കുങ്കുമപ്പൂ കൃഷിയെക്കുറിച്ച് ശ്രീ ശേഷാദ്രി: ഇന്ത്യയിൽ തന്നെ ഇതിൻ്റെ ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ 100 മുതൽ 120 ടൺ വരെയാണ് ഇതിൻ്റെ ഡിമാൻഡ് വരുന്നത്. പക്ഷേ നമുക്കിവിടെ സപ്ലൈ വരുന്നത് ആകെ 6 to 7 ടൺ മാത്രമേ സപ്ലൈ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഹൈ ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ബാക്കി 90% നമ്മൾ ഇറാനിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. കശ്മീരി സാഫ്രൻ്റെ ക്വാളിറ്റീസ് നോക്കുകയാണെങ്കിലും കൂടുതലാണ് ഇറാനിയൻ സാഫ്രനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും. അതുകൊണ്ട് നമുക്കൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് നമുക്കിത് എല്ലാ സ്ഥലങ്ങളിലും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പുതിയൊരു ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഭയങ്കര കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ ഇൻഡോറിൽ നമുക്കിത് വളർത്താൻ പറ്റും. ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഉഷ്ണം, ഹ്യൂമിഡിറ്റി, പിന്നീട് ലൈറ്റ്, നമ്മുടെ വെളിച്ചം, ആർട്ടിഫിഷ്യൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, പിന്നെ കാർബൺ ഡയോക്സൈഡ്. ഇത് 4 കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ ടെക്നോളജിയും കൂടുതൽ സ്റ്റഡീസും കാര്യങ്ങളും കൂടി വരുമ്പോഴേക്കും നമുക്കിത് ഒരു ലാർജ് സ്കെയിലിലോട്ട് ഡിപ്ലോയ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സാഫ്രൻ കൾട്ടിവേഷൻ, സാഫ്രൻ ഇന്ത്യയിൽ തന്നെ നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ നീഡ് മീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി നമുക്കുണ്ട്. കശ്മീരിൽ നിന്നെത്തിച്ച വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. കേരളത്തിൽ ആദ്യമായാണ് കുങ്കുമപ്പൂ ഇൻഡോർ കൃഷി ചെയ്യുന്നത്. മനസ്സുണ്ടെങ്കിൽ നടപ്പാക്കാൻ വഴിയുമുണ്ട് എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് വയനാട്ടിലെ ഈ കുങ്കുമപ്പൂ കൃഷി. അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണി വേണമെന്ന് പറഞ്ഞ കുഞ്ഞിന്റെ വീഡിയോ മുൻപ് വൈറലായിരുന്നു. ഈ കുഞ്ഞായ ശംഖുവിന്റെ ആഗ്രഹം സാധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മന്ത്രി അന്ന് പറഞ്ഞത് പ്രകാരം അങ്കണവാടി കുട്ടികൾക്കുള്ള ഭക്ഷണ മെനു വനിതാ ശിശുവികസന വകുപ്പ് പരിഷ്കരിച്ചു. പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി പോഷക മാനദണ്ഡപ്രകാരം വളർച്ചയ്ക്ക് സഹായകമായ ഊർജ്ജവും പ്രോട്ടീനും ഉൾപ്പെടുത്തി രുചികരമാക്കിയാണ് ഭക്ഷണ മെനു പരിഷ്കരിച്ചത്. ഇതാദ്യമായാണ് ഏകീകൃത ഭക്ഷണ മെനു നടപ്പാക്കുന്നത്. പത്തനംതിട്ടയിൽ നടന്ന അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് അങ്കണവാടി കുട്ടികൾക്കുള്ള പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണ മെനു മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തത്. ശംഖുവിന്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി ശംഖുവിന്റെ അഭിപ്രായം പരിഗണിച്ച് ഭക്ഷണ മെനു പരിശോധിക്കും എന്നുറപ്പ് നൽകിയിരുന്നു. മുട്ട ബിരിയാണി, പുലാവ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് മെനു ക്രമീകരിച്ചിട്ടുള്ളത്. 2 ദിവസം വീതം നൽകിയിരുന്ന പാലും മുട്ടയും 3 ദിവസം വീതമാക്കി മാറ്റിയിട്ടുണ്ട്. പരിഷ്കരിച്ച ഭക്ഷണ മെനു അനുസരിച്ച് ഓരോ ദിവസവും വൈവിധ്യമാർന്ന ഭക്ഷണമാണ് നൽകുക. ശംഖുവിനുൾപ്പെടെ ഒരുപാട് കൊച്ചുകൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട മാറ്റമാണ് നടപ്പായിരിക്കുന്നത്. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.